ഇന്ന് നമുക്ക് നീർദോശ ഉണ്ടാക്കാം. നീർദോശ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് പച്ചരി കുതിർത്ത് വെക്കണം. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ഊറ്റി വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുക്കണം. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇടുക. തേങ്ങയും കൂടി ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കുക. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അതേ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ചേറെ വെള്ളം ഒഴിക്കുക. അതാണ് നീർദോശ എന്ന് പറയാൻ തന്നെ കാരണം. വെള്ളം പോലെ ഇരിക്കണം മാവ്, വെറും വെള്ളം പോലെ. അങ്ങനെ കുറച്ചേറെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കുക. ഇത് മലപ്പുറത്തൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു പ്രഭാത ഭക്ഷണമാണ്. നമ്മുടെ തെക്കോട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഞാനങ്ങനെ കണ്ടിട്ടില്ല. വല്ല അപൂർവമൊക്കെ ആൾക്കാരുണ്ടാക്കും, അത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിലുണ്ടാക്കും. അപ്പോൾ ഇത് മാവ് റെഡിയായി കഴിഞ്ഞു. ഇതിങ്ങനെ വെള്ളം പോലെ ഇരിക്കണം മാവ്. പിന്നെ കർണാടകത്തിലൊക്കെ ഇത് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. അവരുടെയും ഭക്ഷണമാണെന്ന് തോന്നുന്നു നീർദോശ. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നമുക്ക് ഒരു പണിയില്ല. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കലക്കി ഒന്ന് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമ്മളൊരു തവ അടുപ്പത്ത് വെച്ച് ദോശയുടെ പാൻ അടുപ്പത്ത് വെച്ച്, നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എളുപ്പം എടുത്താൽ കിട്ടും. ഇപ്പം എൻ്റെ ഒരു ചെറിയ കല്ലിന് പിടുത്തമുണ്ട്. എന്നിട്ട് ഇങ്ങനെ 1-2 തവി കോരി ഒഴിക്കുക. അതിങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങ് പരന്നു പോകും. നിറയെ ഇങ്ങനെ ബബിൾസ് വരണം. അതാണ് അതിൻ്റെ ശരിയായ മാവിൻ്റെ കൺസിസ്റ്റൻസി. കറക്റ്റ് പരുവം അതാണ്. കണ്ടില്ലേ, ഇങ്ങനെ ഒഴിക്കുമ്പോഴേക്കും നിറയെ ഇങ്ങനെ ഡോട്ട് ബബിൾസ് വരണം. എന്നിട്ട് അത് കുറഞ്ഞ തീയിൽ വെച്ച് ചുട്ടെടുക്കുക. നമ്മൾ ഈ ദോശ തിരിച്ചിടത്തില്ല, ഒന്നിങ്ങനെ മടക്കിയെടുക്കത്തേ ഉള്ളൂ. അത്രയും നൈസായിട്ടല്ലേ ദോശ ഇരിക്കുന്നത്. അത് കാരണം തിരിച്ചിടേണ്ട ആവശ്യമില്ല. ബാക്കി മാവും കൂടെ നമ്മൾ മുഴുവൻ അങ്ങനെ കോരി ഒഴിച്ച് ചുട്ടെടുക്കും. എപ്പോഴും ഇങ്ങനെയാണ്, നമ്മൾ ടവൽ മടക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കുക ചെയ്യുന്നത്, കോൺ പോലെ. അത്രയും നൈസായിട്ടാണ് കോരി ഒഴിക്കുന്നത്. വെള്ളം പോലത്തെ മാവല്ലേ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു കറിയില്ലെങ്കിലും വെറുതെ പഞ്ചസാര മുക്കിയാലും കഴിക്കാം ഇത്. എന്നാൽ തേങ്ങയും അരിയും കൂടെ ഇരിക്കുന്നില്ലേ, ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. ഇനി തേങ്ങ അരയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്താലും മതി അരി അരയ്ക്കുമ്പോൾ. അതുപോലെ അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം. നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അതുകൊണ്ടും ഉണ്ടാക്കാം. കുറച്ച് പത്തിരിപ്പൊടിയിലായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ കൊണ്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ അങ്ങനെയും നമുക്കുണ്ടാക്കാം. അതല്ല അരിപ്പൊടിയിൽ തേങ്ങയും കൂടെ ചേർത്ത് അരച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ രാവിലെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നോൺ വെജ് കറിയുടെ കൂടോ തക്കാളി ചട്നിയുടെ കൂടോ തീയൽ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.